ഹലോ നമസ്കാരം, ഗുഡ് ഈവനിങ്. നമ്മൾ കറക്റ്റ് 5 മണിക്ക് ലൈവ് വരുമെന്ന് പറഞ്ഞു. 5:05 ലൈവ് വന്നിട്ടുണ്ട്. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ പിന്നെ ഞങ്ങളെല്ലാവരും സൂപ്പർ ആയതുകൊണ്ട്. പക്ഷെ അല്ല, ഞാൻ ഇപ്പോൾ സീ കേരളത്തിൻ്റെ ഓഫീസാണ്. സീ കേരളത്തിൻ്റെ ഓഫീസ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആര്യംബ്രോയുടെ ഡാഡി. ഇതാണ് നമ്മുടെ സീ കേരളത്തിൻ്റെ ഓഫീസെന്ന് പറയുന്നത്. കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. കാര്യം സരിഗമപ ഇന്ന് ലിറ്റിൽ ചാംസ് ഇന്നുണ്ട്, ഇന്നും നാളെയും രാത്രി 9 മണിക്ക്. ഇവിടെ കുറേ ആൾക്കാർ നേരത്തെ വന്ന് കറക്റ്റായിട്ട് സെറ്റായിട്ടിരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഹലോ ഗായ്സ്, ഹായ് പറ. ഹായ്, ഒരുപാട് ആൾക്കാർ നമ്മളെ കാണുന്നുണ്ടല്ലോ. എല്ലാവരും ഹായ് പറയൂ. അതൊരു കൂട്ട ഹായ് ആയിപ്പോയി ഗായ്സ്. ഞാൻ ഫുൾ ഓഫീസ് എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ എത്തി. എന്നെ നോക്കി ആര്യംബ്ര അവിടെ ടാറ്റ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ. അപ്പോൾ ഞങ്ങൾ കുറേ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 5 ചെറുതുങ്ങളും ഉണ്ട്. അതാരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗുഡ് ഈവനിങ് ജീവ ഫ്രം ആദിൽ കിഷോർ. ഹായ് ആദിൽ, ഗുഡ് ഈവനിങ്. കുമാർ ഹായ്. ദിവ്യ വിമൽ ഹായ്. ഹെലൻ കുഞ്ഞി ചേട്ടാ എന്തോ. ഷഫീഖ് അന്നശ്ശേരി ഷഫീഖ് ഹായ്. ജീവ ചേട്ടാ വെയിറ്റിംഗ് ഫോർ യു. എന്തിനാ വെയിറ്റ് ചെയ്യണം, ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. റോസ്മേരി കുന്നത്ത് ഹായ്. ജീവ ചേട്ടാ ഹായ്. റോസ്മേരി കുറേ ഇല്ല, കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ സരിഗമപ ലിറ്റിൽ ചാംസ് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയും നാളെ ശനിയാഴ്ചയാണ് ടെലികാസ്റ്റ്. ഒരുപാട് പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ട്. കാര്യം കഴിഞ്ഞ സീസണിലെ പോലെ ശനി ഞായറും ആണോ? അല്ല, വെള്ളിയാഴ്ച ശനിയാഴ്ചയും രാത്രി 9 മണിക്ക്. ആർക്ക് മനസ്സിലായി? ആര്യംബ്രോ ഇപ്പൊ പറയും. നമ്മുടെ അത് മാസ്ക് മാറ്റി എല്ലാവരും കാണട്ടെ. ഓക്കെ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാ. നമ്മുടെ ഷോ എപ്പോഴൊക്കെയാ? ഷോ സരിഗമപ അതെന്തുവാ? സരിഗമപ എന്തുവാ? ഇങ്ങോട്ട് നോക്ക്, എല്ലാവരും കാണട്ടെ. ഒരുപാട് പേര് ആര്യംബ്രോയ്ക്ക് ഹായ് പറയുന്നു. ഒരു ഹായ് പറ എല്ലാവർക്കും. അത് ഇച്ചിരി ഫ്രീക്വൻസി കൂടിയ ഹായ് ആയി പോയി. അതേ, കുറേ പേര് ഹായ് പറഞ്ഞിട്ടുണ്ട്. ആര്യംബ്രോ നമ്മുടെ എപ്പോഴൊക്കെയാ നമ്മുടെ ഷോ TV കാണുന്നേ? കണ്ട, ആര്യംബ്രോയ്ക്ക് വരെ അറിയാം 9 മണിക്ക്. അപ്പോൾ ആരും മറക്കണ്ട, 9 മണിക്ക് ഇന്നും നാളെയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും രാത്രി 9 മണിക്ക് നല്ല ഉഗ്രൻ പാട്ടുകളും പിന്നെ ഞങ്ങളുടെയൊക്കെ കുറച്ച് ചെറിയ രീതികളിലുള്ള കുറച്ച് അലമ്പുകളും ഒക്കെ ആയിട്ട് സരിഗമപ ലിറ്റിൽ ചാംസ് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 9 മണിക്കാണ്. ഇന്നത്തെ ദിവസം, അതായത് ഇന്നത്തെ രാത്രിയിലത്തെ 9 മണിക്കത്തെ എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് സംഭവ വികാസങ്ങൾ. ആ സംഭവ വികാസങ്ങളിൽ പങ്കുചേർന്ന കുറച്ചധികം ആൾക്കാർ ഇവിടെ വന്നിരിപ്പുണ്ട്. ഹായ് ജീവ. ഹായ് ജീവ. ആര്യംബ്രോ സൂപ്പർ. ആര്യംബ്രോ സൂപ്പറാണ്. എന്താ പറയുന്നത്? ആര്യംബ്രോ സൂപ്പറാണ്. എന്ത് പറയാ ഇപ്പം? താങ്ക് യു പറ. ഓക്കെ. പിന്നെ സൂര്യ ഹായ് എന്ന് പറ. അടിപൊളി. ക്രിസ്റ്റീന ഹായ് എന്ന് പറ. ഹായ്. ബിന്ദു ഹായ്. പൊളിക്ക് ലിറ്റിൽ ചാംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീനാഥ്. താങ്ക് യു ശ്രീനാഥ്. എന്നെ കാണാനല്ല നിങ്ങൾ ഇരിക്കുന്നത്, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവിടെ സ്റ്റാർസ് കുറേ പേര് ഇരിപ്പുണ്ട്. അവര് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. ഹായ് മനോജ്. ഓക്കെ. ഹായ് പറ. എന്റെ മോൻ തന്നെ. ഇനി മാസ്ക് മാറ്റ്. ഇത് കണ്ട, നോക്ക് ക്യാമറ ലുക്ക് കണ്ട, അതിൽ കണ്ട, അതിൽ ഞാനാ. ഇതിൽ നോക്ക്. ഹായ് പറ. ഹായ്. എന്താ പേര്? ഐശ്വര്യ എന്നാണോ പേര്? ഐശ്വര്യ പറ. ഐശ്വര്യ, ഇന്ന് ഐശ്വര്യ ഇന്നത്തെ പെർഫോമൻസിനെ പറ്റി പറ. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് പറ. എങ്ങനെയുണ്ട് സരിഗമപ ലിറ്റിൽ ചാംസ്? താങ്ക് യു അല്ല താങ്ക് യു. ഇന്ന് ഒരുപാട് പേരുടെ നല്ല എക്സ്ട്രാ പരിപാടീസ് ഒക്കെ ഒത്തിരി ഉണ്ട്. പാട്ടിനോടൊപ്പം തന്നെ അവരവരുടെ ടാലൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്, എല്ലാരും മറക്കാതെ കാണും.
ആഹാ, പറഞ്ഞു പറയിപ്പിച്ചതാണ്. പറയത്തേ. എങ്ങനെയുണ്ട്? സരിഗമപ്പയുടെ വിശേഷങ്ങളൊക്കെ പറയാം. എങ്ങനെയുണ്ട് ഗ്രൂമിംഗ് ഒക്കെ, എങ്ങനെയുണ്ട് ഷൂട്ട്, എങ്ങനെയുണ്ട് എപ്പിസോഡ്സ്, എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് ആൾക്കാര് പറയുന്നത്? എല്ലാരും നല്ല സപ്പോർട്ടാണ്. പിന്നെ ഗ്രൂമിംഗ് ഒക്കെ വളരെ നല്ലതാണ്, നമുക്ക് നന്നായിട്ട് പറഞ്ഞു തരും. അതുപോലെ വളരെ നന്നായിട്ട് പറഞ്ഞു തരും. അതുപോലെ പാടാൻ പറ്റാറില്ല, പക്ഷെ പറഞ്ഞു തരാറുണ്ടല്ലേ? നന്നായിട്ട് പറഞ്ഞു തരാറുണ്ട്, നന്നായിട്ട് പഠിപ്പിക്കാറുണ്ട്. പിന്നെ ഷൂട്ട് അടിപൊളിയാണ്, നല്ല രസമാണ്. വേർ ഈസ് സുജാത ചേച്ചി ചേട്ടാ? ദേ സുജാത ചേച്ചി. 3 പേരുണ്ട്. സുജാത ചേച്ചിയുണ്ട്, ഷാനിക്കുണ്ട്, ഗോപിചേട്ടനുണ്ട്. കണ്ടാ, എല്ലാരും ഇവിടെ സെറ്റ് ആയിട്ട്. ഇനി പറവളെ. അത് ദുർഗാപ്രിയ ഏട്ടാ ചോദിച്ചേ, എന്നോട് ക്ഷമിക്കൂ. പെട്ടെന്നൊരു ആവേശത്തിൽ ഞാൻ ഇവരെ കണ്ടോ. ഇവരില്ലാതെ നമുക്ക് എന്താ ആഘോഷം? ബാക്ക് ടു പറയൂ. ജീവ, യുവർ പ്രസന്റേഷൻ ഈസ് അമേസിംഗ്. ഒരു മിനിറ്റ്. താങ്ക് യു. ഹായ് ഐശ്വര്യ, ഞങ്ങളുടെ നാട്ടുകാരിയാണ്, സ്വപ്ന തോമസ്. അപ്പൊ ഇനിയും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ. പിടിച്ചോ. ഓക്കെ. ഹായ്. പറഞ്ഞു. ഒരുപാട് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ നോക്കി ആരൊക്കെ എല്ലാവർക്കും ഹായ് ഒക്കെ പറ, അവരോട് വിശേഷങ്ങൾ ചോദിക്ക്. എന്തെങ്കിലുമൊക്കെ ചോദ്യം ഉണ്ടോ? വേണ്ട, 2 പാട്ട്. അബിൻ സണ്ണി ചേട്ടൻ ഹായ് ജീവ, ഷാനിക്ക എവിടെയും ചോദിച്ചിട്ടുണ്ട്. ഷാനിക്ക അവിടെ ഉണ്ട്, ജീവ ചേട്ടൻ ഇവിടെ ഉണ്ട്. ഞാനിവിടെ ഉണ്ട്. ഞങ്ങൾ കൊച്ചുവർത്തനൊക്കെ പറയാം. ജീവച്ചേട്ടൻ ഉയർ പാപ്പൻ എവിടെ പൊളിക്കുന്നുണ്ട്, ചളികൾ 2 ആണോ? ഹായ് ജീവച്ചേട്ടാ. ഹായ് ഐശ്വര്യക്കുട്ടി. ലക്ഷ്മി. ഇനി ഐശ്വര്യ ലക്ഷ്മി കൂടെ സംസാരിക്കാം. ഹായ് ചേച്ചി. ഹായ് എല്ലാവർക്കും ഹായ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇന്ന് 9 മണിക്ക് ഞങ്ങളുടെ പാട്ടുണ്ട്, എല്ലാവരും കാണുക. പാട്ടിനോടൊപ്പം തന്നെ കുറച്ച് എക്സ്ട്രാ ഐറ്റംസും ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാതെ ഇന്ന് 9 മണിക്ക് കാണുക. ഐശ്വര്യയുടെ എക്സ്ട്രാ ഐറ്റം കണ്ടെന്ന് എല്ലാരും ഞെട്ടോ? ഞെട്ടോ. ഐശ്വര്യ അല്ലേ ഇന്ന് ഞെട്ടിക്കാൻ പോകുന്നത് അല്ലേ? ഐശ്വര്യ ശരിക്കും ഞെട്ടിക്കാൻ പോകുന്ന ആളെ നമ്മളിപ്പോ കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ ലിറ്റിൽ ചാംസിലെ ഈ സൂപ്പർ ഹീറോസിന്റെ പാട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ലൈവായിട്ട് പാടിത്തരും അല്ലേ? ഓക്കെ. വേർ ഈസ് അനുശ്രീ ജീവ? അനുശ്രീ ഇന്നില്ല, ഇന്ന് 5 പേരുണ്ട്. 5 പേര് ഇവിടെ നിരന്നിരിപ്പുണ്ട്. അനുശ്രീ നമ്മൾ വേറൊരു ദിവസം. ഐശ്വര്യ ഇപ്പോ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. ഇപ്പൊ ഞാനല്ലേ സംസാരിക്കുന്നേ? അല്ല, നേരത്തെ സംസാരിച്ച് കേട്ടില്ല. ഹായ് ജീവ ചേട്ടാ. ഹായ്. ഐശ്വര്യയുടെ ഒരു 2 വരി പാട്ടായാലോ? അങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ? ആയിരിക്കും അല്ലേ? നിന്റെ ഉണ്ട് കേട്ടാ. അപ്പൊ ഐശ്വര്യയുടെ നമുക്ക് പാട്ട് കേട്ടാലോ? കുറെ പേര് കാണുന്നുണ്ട് കേട്ടോ. ജീവ, എന്റെ TV കേടായി, ഞാൻ ഷോ മിസ് ചെയ്യുന്നു. അയ്യോ, പെട്ടെന്ന് ശരിയാക്കി TV അല്ലേ? TV ഇല്ലാതെ ഒരു വീട്ടിൽ TV ഇല്ലാതെ എങ്ങനെയാ ശരിയാകും? പെട്ടെന്ന് TV ഒക്കെ ശരിയാക്ക്. സുജാത ചേച്ചി എവിടെ? ചേച്ചി ചെന്നൈയിൽ ഇരിക്കാറ്, ഉടനെ കളമ്പി ഇങ്ക വരുവാറ്. പാപ്പൻ ആൻഡ് സുജാത ചേച്ചി ഹായ്. ഹായ്. ഗ്രാൻഡ് ജൂറി മിഥുചേട്ടൻ കമന്റ് ബോക്സിൽ കറങ്ങി നിൽപ്പുണ്ട്. ഒരു മിനിറ്റ്, ഇത് നിങ്ങളോടല്ല കേട്ടോ, ഇത് കമന്റ് ബോക്സിൽ കറങ്ങി നടക്കുന്ന മിഥുൻ, ഗ്രാൻഡ് ജൂറിലെ മിഥുനോടാണ്. ഗ്രൂമിംഗ് ഇല്ലേ അവിടെ? ഈ ഗ്രൂമിങ്ങിന് പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് വന്നിട്ട് ഈ കമന്റ് ബോക്സിൽ കറങ്ങി നടക്കുക. വീട്ടിൽ പോ. ഓക്കെ. ടുഡേ ഐശ്വര്യ പാടുന്നുണ്ടോ? ഇന്ന് ഞാൻ പാടുന്നുണ്ട്. ഇന്ന് പാടുന്നുണ്ട്. ഐശ്വര്യ ഇന്ന് പാടുന്നുണ്ട്. ജീവ, യു ആർ ദ ഹാർട്ട് ഓഫ് ദി ഷോ. അമേസിംഗ്. ഇങ്ങനെ പറയല്ലേ, എനിക്ക് ഭയങ്കര നാണം. ഞാൻ ഐശ്വര്യയുടെ പാട്ടിലേക്ക് പോകും കേട്ടോ. മിഥുനേട്ടനുണ്ട്, കമന്റ് സെക്ഷനിലുണ്ട്. ഉണ്ട്. അതുകൊണ്ട് ഞാൻ മിഥുൻ ഓൾറെഡി ഞാൻ മറുപടി കൊടുത്തു. ഇനി ഇവിടെ കറങ്ങി കിടക്കുന്ന എങ്ങാനും കണ്ട. ഓക്കെ. അപ്പൊ ഞാൻ ഒരു ഹിന്ദി സോങ് പാടാം. ദിൽ ഹും ഹും കരി घबराई धन धम धम करे गरजाई एक बूंद कभी पानी की मोरी अखियों से बरसाई दिल हुम हुम करे घबराई.
കലക്കി ലവ് യു മോളു. മിന്നാരത്തിലെ ഒരു പാട്ട്. മിന്നാരത്തിലെ പാട്ട് ആര് പാടും? മിന്നാരത്തിലെ ഏത് പാട്ടാ? അനഘമോൾക്ക് ഒരു സ്പെഷ്യൽ ഹായ്. വരും. ആര്യൻ ബ്രോ, ഹെലൻ കുഞ്ഞ് ആര്യൻ ബ്രോ എന്ന് വിളിച്ചിട്ടുണ്ട്. ഹായ് പറ. ഞങ്ങള് ഭയങ്കര കോവിഡ് പ്രോട്ടോകോൾ ഒക്കെ പാലിച്ചിട്ടായിരിക്കുന്നത്. ഹായ് പറ. ജീവയുടെ പഞ്ചവർണ്ണക്കുള്ളിൽ ഒന്ന് പാടാവും. സോറി, സ്ക്രാച്ച് ആയിട്ടിരിക്കുക. ജീവ ചേട്ടാ, ഐ ലവ് യു. ഇനി ഇവിടെ സ്പെഷ്യൽ ഞാനൊരാളെ കാണിക്കാൻ പോവാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇന്ന് വെള്ളിയാഴ്ച രാത്രി 9 മണി മുതൽ 10:30 വരെ സരിഗമ ലിറ്റിൽ ചാംപ്സിന്റെ ഇടയ്ക്ക് ഒരു സ്പെഷ്യൽ പാട്ടും അത് കഴിഞ്ഞിട്ട് ഒരു ഇടിവെട്ട് ഐറ്റമായിട്ട് ഇന്നൊരാൾ വരും. ഐറ്റം ഒന്നും പറഞ്ഞാൽ പോരാ. ഇന്ന് നിങ്ങൾ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും. അതാരാണെന്ന് അറിയണമെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ കാണിച്ച ഒരാളെ. മാസ്ക് വേണ്ടോ? ഹലോ എല്ലാവർക്കും ഹായ്. ഞാൻ ഹരി. ഇന്ന് എൻ്റെ ഒരു വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ട് ഞെട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ പാട്ട് നല്ലോണം പാടി, അത് കുഴപ്പമില്ല. ഈ പരിപാടി കാണാനായിട്ട് എല്ലാവരും ഒന്ന് ഇരിക്കണം കേട്ടോ. ഭയങ്കര സംഭവമാണ്. ഭയങ്കര ഹിറ്റ് ആവും. അപ്പോ ഹരി പറ, എങ്ങനെയുണ്ട് നമ്മുടെ ഷോ? എങ്ങനെയുണ്ട്? ഹരിയോട് ആരൊക്കെ ഫീഡ്ബാക്സ് പറയുന്നുണ്ട്? അതൊക്കെ പറ. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കുറെ ഫീഡ്ബാക്സ് വരുന്നുണ്ട്. പിന്നെ വാട്സാപ്പിൽ നിന്നും മെസ്സേജ് വരാറുണ്ട്. ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെന്താ പറയാൻ, പിന്നെ ഇവിടെ സൂപ്പർ വോയിസ്, താങ്ക് യു. ഗ്രൂമിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ഹരിക്ക് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട്. ആണോ? അത് ശരിക്കും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഫാൻസ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയെന്ന് ജീവചേട്ടൻ പറയുന്നു. അതിൽ അറിഞ്ഞതിൽ ഏറെ സന്തോഷം. അല്ല, എപ്പിസോഡ് ആലോചിച്ച് അവര് കണ്ടിട്ട് അവരുടെ സ്ഥിതി എന്താവോന്ന് ആലോചിക്കാറില്ല. ഇവിടെ കുറെ ആൾക്കാർ കമന്റ്, എല്ലാവർക്കും ഹായ് കേട്ടോ. ഞാൻ അതിന്റെ ഇടയ്ക്ക് കമന്റ് വായിക്കാൻ മറന്നുപോയി. അതുകൊണ്ടാ. ഓക്കെ, അപ്പോ ഹായ് മോനു, ശ്രീജ കൃഷ്ണദാസ്, താങ്ക് യു ചേച്ചി. ഹലോ. സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ജീവചേട്ടൻ അതിന്റെ ഉത്തരം പറഞ്ഞു തരുന്നതാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സുരേഷ്. ഹലോ. ഹായ് സന്ധി ചേച്ചി. ജീവ ജീവച്ചേട്ടാ ഒരു ഹായ് തരാമോ? മിന്ദു തോമസ്. പൊളിക്കും മോനെ, നമുക്ക് പൊളിക്കാം ചേച്ചി, പൊളിക്കാം. മാനസ എവിടെ? ഇപ്പൊ വരും. ഹരിയുടെ ഒരു രണ്ടുപേരി പാട്ടായിരുന്നു. ഹരി ഏത് പാട്ടാ പാടാൻ പോകുന്നത്? മോഹം കൊണ്ട് ഞാൻ, എന്റെ ഫേവറേറ്റ് പാട്ടാ. പൊളിക്ക് ഹരിക്കോട്ട. ഓക്കെ ചേച്ചി. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. ഹരിയുടെ
എന്റെ കണക്ക് മാജിക് സൂപ്പർ. താങ്ക് യു ചേച്ചി. കണക്ക് മാജിക് സൂപ്പർ. ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ചേച്ചി അതില് സൂപ്പർ ആണെന്ന് ഞാൻ ചേച്ചി പറയും. എന്തായാലും താങ്ക് യു ചേച്ചി. താങ്ക് യു ഹരിക്കുട്ടാ. ഹരിയുടെ കണക്ക് മാജിക്കിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് വരാൻ പോകുന്നത് അതിലും വലിയ ഒരു ഉഗ്രൻ മാജിക്കാണ്. നിങ്ങളെല്ലാവരും ഇത് കഴിഞ്ഞ് നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് മിസ് ചെയ്യരുത്. ഇന്ന് രാത്രിയിൽ നാളെ രാത്രിയിലത്തെ 9 മണിക്കത്തെ എപ്പിസോഡ് മിസ് ചെയ്യരുത്. നമ്മുടെ ആര്യൻ മോൻ എവിടെ? അയ്യോ ഇത് കണ്ടോ ഇരിക്കുന്നേ. ആര്യൻ മോൻ എവിടെ? കണ്ടല്ലോ. ഓക്കെ, നിന്റെ പാട്ട് കഴിഞ്ഞപ്പോ ഒരാള് മാഡ് ബോയ് എന്ന് കമന്റ് ചെയ്തു. ആരൊന്നും എനിക്കറിയത്തില്ല. ആരും സത്യം മനസ്സിലാക്കി ചിരിക്കും. ഹരിക്കുട്ട ഓൾ ദ ബെസ്റ്റ് ഫ്രം ആർ ദാസൻ. വിനീത ശ്രീനാഥ് സോ ക്യൂട്ട് മോനു. അത് നിനക്കല്ല, അതെനിക്കാടാ. രാഖി രാജേഷിന്റെ ഹായ് ഉണ്ട്. ഒറിജിനൽ സുജാത ചേച്ചി എവിടെ? ഒറിജിനൽ സുജാത ചേച്ചി ചെന്നൈയിലാണ്. ചേച്ചി അടുത്ത ദിവസങ്ങളിൽ ഷൂട്ടിന് വരുന്നതായിരിക്കും. നിങ്ങൾ കുറെ പേര് ആര്യൻമോൻ അന്വേഷിച്ചില്ലേ? ആര്യൻമോനെ ഹലോ ആര്യൻമോൻ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല തന്നെ. ആര്യൻമോൻ എന്നോട് പറഞ്ഞേ ആര്യൻമോൻ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ ഏത് പാട്ടാ പാടാൻ പോന്നെ? നമ്മളല്ല, ഏത് പാട്ടാത്? രാവിലെ ഞാൻ ആര് പൂ തേടുമെന്നാണ്. രാവിൽ എന്തായിരുന്നു പാട്ട്? എന്തോ ഒരു പൂമ്പാറ്റ പൂവും തേടി വരുന്നുണ്ട്. ആര്യം ബ്രോ ആണ്. പഠിക്കേ. എന്തോരം പേരാ താങ്ക്സ് പറഞ്ഞ എല്ലാരും കാണിച്ചു തരാം. കണ്ട ഓ ദേ എന്റെ പൊന്നോ ആര്യം ബ്രോ കലക്കി. അത് ശിവപ്രസാദിന് ഹായ് പറ. ഹായ് ആര്യൻ മോൻ. ദേ ആര്യൻ മോന് കുറെ ഉമ്മ കൊടുക്ക് തിരിച്ച്. ഉമ്മ എല്ലാവർക്കും ഉമ്മ എന്ന് പറ. എല്ലാവർക്കും ആര്യം ബ്രോയുടെ വക എല്ലാവർക്കും ചറവറ ഉമ്മ കിട്ടിയിട്ടുണ്ട്. ചറവറ ഉമ്മ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതേപോലെ ആര്യം ബ്രോയുടെ പാട്ട്, ഹരിയുടെ പാട്ട്, ഹരിയുടെ സ്പെഷ്യൽ ഐറ്റം ഇതൊക്കെ എല്ലാവരും മറക്കാതെ അത് കാണണം. അത് ഒരു അപാര സാധനമാണ്. അതാണ് ഞാൻ വീണ്ടും പറയണെടുത്ത്. തീർച്ചയായിട്ടും ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ സ്പെഷ്യൽ മാർക്കറ്റിംഗ് തന്ത്രം ഞങ്ങൾ ഇന്ന് അവന്റെ ഒരു പെർഫോമൻസിന്റെ ആയിരിക്കും. ആര്യൻ മോൻ എന്ത് ശബ്ദ? ഹൈ എന്ത് ശബ്ദ? എന്ത് ശബ്ദം ഇത്? പിന്നെ എന്താ അറിയാവുന്നേ? എന്തൊക്കെ അറിയാം ആര്യം മോന്? എന്തൊക്കെ അറിയാം? ഒന്നും അറിയത്തില്ല. അല്ല സെറ്റ് ആകുമ്പോ നമ്മള് റെഡിയാക്കാം. ഹായ് ആര്യം ബ്രോ. രമ്യയുടെ വക ഹായ് ആര്യം. ഹായ് ജീവ. ഹായ് മോനു. ഹായ്. ഓക്കെ, നിങ്ങൾ കുറെ പേര് മാനസമോളെ അന്വേഷിച്ചു. ഓയ്, നമ്മള് ഇനി മാനസ മോളിലേക്കാണ് പോകാൻ പോകുന്നത്. ഹായ് മാനസ. ഹായ്, പിടിച്ചോ. ഹായ്, ഞാൻ മാനസ. അപ്പോ എന്താ ഇന്ന് രാത്രി എന്റെ പരിപാടി ഉണ്ട്. വെള്ളി ശനി രാത്രി, എല്ലാ വെള്ളി ശനി രാത്രി 9 മണിക്ക് കാണണം. അപ്പം എന്താ എങ്ങനെയുണ്ട് നമ്മുടെ ഷൂട്ട് ദിവസമൊക്കെ? എങ്ങനെയുണ്ട്? ഭയങ്കര രസമാണോ അതോ ഭയങ്കര ബോറിംഗ് ആണോ? എന്താണ്? ബോറിംഗ് അല്ല, സൂപ്പർ. ഭയങ്കര രസമല്ലേ? ഗ്രൂമിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ഗ്രൂമിംഗ് ഒക്കെ സൂപ്പറായി പോകും അല്ലേ? പുതിയ പെർഫോമൻസിനുള്ള പാട്ട് പഠിച്ചോണ്ടിരിക്കുക അല്ലേ? എന്താ ഇന്റർവ്യൂ? അതിൽ നോക്കട്ടെ, ഒരുപാട് ആൾക്കാർ ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും. 2 വായിക്കാൻ അറിയാമോ? അറിയാം. വായിക്കേ. ഹായ് മാനസ. അതെ ഞാൻ കാണുന്നില്ലല്ലോ. നിനക്ക് അക്ഷരം അറിയത്തില്ല. അക്ഷരം അറിയത്തില്ല.
എത്ര പഠിക്കുന്ന മാനസ? 7th. 7. കൊറോണ ആയിട്ട് ക്ലാസ്സിലൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് അക്ഷരം വായിക്കും, ഞങ്ങൾ കേൾക്കട്ടെ. ഓക്കെ. ഹായ് മനസ്സ് കണ്ടിട്ട്. ഹായ്. ആ ഹായ് മനസ്സ. ഹായ്. ആ അടുത്തത് ഇർഷാദ് ഇർഷു. ഹായ് മനസ്സ് മോൾ. ഹായ്. ക്യൂട്ട്. ആ ആര്യൻ മോന്റെ ക്യൂട്ട് ബോയ്സ് ആണ്. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ മനസ്സമോളെ? മനസ്സമോടെ പെർഫോമൻസ് ഉണ്ടോ ഇന്ന്? ഉണ്ട്. ഉണ്ടല്ലേ? എല്ലാരെയും വായിലെ നാവിലെ വെള്ളം പറ്റിക്കുന്ന പരിപാടിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്, വരാൻ പോകുന്നത്. അപ്പൊ എല്ലാരും ഇന്ന് 9 മണിക്ക്. ഇന്ന് സത്യത്തിൽ ഇന്ന് മാനസമോൾ എല്ലാരും ഞെട്ടിച്ചല്ലേ? ഷാനിക്ക്, സുജാ ചേച്ചി, ഗോപിച്ചേട്ടന്, ഞാൻ എല്ലാരും എന്നെയൊക്കെ അല്ലേ? എനിക്ക് ഓർക്കം കൂടെ വയ്യ. കുറച്ചു നേരത്തേക്ക് മാനസമോളുടെ ഇത് കേട്ട് ഞെട്ടി തരിച്ചു പോയി. എല്ലാരോടും കാണണമെന്ന് പറഞ്ഞത് എല്ലാരും ഇന്ന് രാത്രി 9 മണിക്ക് കാണണം. ഏത് പാട്ടാ വേണ്ടെന്ന് ചോദിക്ക്. ഏത് പാട്ടാ വേണ്ടത്? അയ്യോ ഹായ് മനസ്സ. ഹായ്. ഏത് പാട്ടാ പാടുന്നത് ചോദിച്ചേ? ഏത് പാട്ടാ ഞാൻ പാടേണ്ടത്? നമുക്ക് ഇവിടുന്ന് ബാക്കി തന്നെ പാടാം അല്ലേ? മുരളി കൃഷ്ണൻ ഹായ്. വിനു ഹായ്. അതില് നോക്കി അന്തം വിട്ടിരിക്കാതെ വായിക്ക്. എല്ലാവർക്കും ഹായ് പറ. ഹായ് 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 സലീം റാണി. ഹായ് മനസ്സാവൻ. ഹായ്. ഞങ്ങൾക്ക് തന്നതല്ലാതെ വേറൊരു ടങ് ടെസ്റ്റർ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കും. ആർക്കൊക്കെ വീട്ടിൽ പറയാൻ പറ്റുമെന്ന് ചോദിക്കും. വേറെ വല്ലതും അറിയാമോ? തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായു ഞാലിടാ ആകാശ പൊന്നാനി നിരകളിലായത്തിൽ തൊട്ടേവരാ ആകാശ പൊന്നാനി നിരകളിലായത്തിൽ തൊട്ടേവരാ തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായു ഞാലിടാ. ഹരിമുരളിയിലോ പാടാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആരോ മാനസിക ദേഷ്യമുള്ള ആരോട്. ആരോ ഉമ്മ. ഞാൻ കാണുന്നില്ലല്ലോ. മാനസ മോളുടെ പാട്ട് സൂപ്പറാ. താങ്ക് യു. നയന ശ്യാം പ്രസാദ്. ഹായ് മാനസ മോൾ. ഹായ്. ഓക്കെ. എല്ലാവർക്കും ഹായ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാനസ. അപ്പം മാനസമോളുടെയും ഒരു അടിപൊളി പെർഫോമൻസ് ഉണ്ട് ഇന്ന്. പെർഫോമൻസ് കഴിഞ്ഞ് ശരിക്കും മാനസമോളുടെ കയ്യിലൊരു ഐറ്റം ഞങ്ങളുടെ മേൽ പ്രയോഗിച്ചിട്ട് ഞങ്ങളൊക്കെ അന്തം വിട്ടിരുന്നു. ശരിക്കും ഞങ്ങൾ മാത്രമല്ല, ഷാനിക്ക ചേച്ചി, ഗോപിച്ചേട്ടൻ, ഗ്രാൻഡ് ജൂറി എല്ലാവരും കയ്യിൽ കുറെ ടങ് ട്വിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതൊരു ടങ് ട്വിസ്റ്റർ എടുത്ത് അലക്കി എൻ്റെ അമ്മോ. ഹായ് മാനസ ഫ്രം ബിനീഷ്. ഹായ് പറ. ഹായ്. ഫ്രെയിമിലില്ല, ഇതിൽ മാത്രമേ ഉള്ളൂ. സൂപ്പർ മാനസമോളുടെ പാട്ട് കേട്ടിട്ട് സെർബിന ജീവ യു ആർ വേറെ ലെവൽ. ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ നിങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് പറയല്ലേ, ഇവരെല്ലാം എന്നെ കളിയാക്കും. നിങ്ങൾ എന്നെ പറ്റി ഓരോ നല്ലത് പറയുമ്പോ ഈ പിള്ളേരൊക്കെ എന്നെ നോക്കുക, നീ ആരാന്നുള്ളൊരു രീതിയില്ല. സൂപ്പർ വോയിസ് മാനസ. കണ്ടു കണി. ഐ ആം ഹരി. മൊത്തം പറയണം. കണ്ടു കണിന്ന് ഞങ്ങൾ ആലോചിക്കാം, വിഷയമായില്ലല്ലോ. അതൊന്നുമില്ല, ഹരിന്ന് വിളിച്ച. സൂപ്പർ ഷോ ആണ്, റിലാക്സ് ആണ്. ജീവ കോവണി സൂപ്പർ വോയിസ് മാനസ. താങ്ക് യു. ഹായ് ജീവ ബ്രോ. ഹായ് ശ്യാം. ഇന്നിപ്പോ പാടുന്ന ഐശ്വര്യമോളുണ്ട്, ഇന്ന് പാടുന്ന ഹരി ഇവിടെ ഇരിപ്പുണ്ട്, ഇന്ന് പാടുന്ന മാനസമോൾ ഇവിടെ ഇരിപ്പുണ്ട്, ഇന്ന് പാടുന്ന ആര്യം ബ്രോ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് പാട്ടില്ലാഞ്ഞിട്ടും ഇവരുടെയൊക്കെ കൂട്ടത്തിൽ ലൈവ് ചെയ്യാൻ പോവാണെന്ന് അറിഞ്ഞപ്പോ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ ചാടി കയറിയുന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ആ ആളെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഷോയില് മാത്രമല്ല ഗൈസ്, കംപ്ലീറ്റ് അകത്തും പുറത്തും ഒക്കെ
കംപ്ലീറ്റ് ഉടായ്പായിട്ട് ഇവിടെ ഒരാളിരിപ്പുണ്ട്. ഞാൻ ഇപ്പൊ ഫേസ് കാണിച്ചു തരാനാണോ? കാണിക്ക്. ഹായ്. ആ അപ്പം ഞാൻ ഇനിയും അനക്കമോളുടെ കയ്യിലോട്ട് ഇത് കൊടുക്കാൻ പോവാണ്. ഇനി കംപ്ലീറ്റ് ലൈവ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അനക്കമോൾ. ഓക്കെ, നിങ്ങൾ എന്റെ കാത്തു. അയ്യോ, ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനഘ അജയ്. ഇന്ന് അനഘ അജയ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഷോന്റെ ടെലികാസ്റ്റ് ഉണ്ട്. വെള്ളിശനി ദിവസങ്ങളിൽ രാത്രി 9 മണിക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് മറക്കാതെ കാണണം. ഇന്ന് എൻ്റെ ഷോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇവിടെ എല്ലാവരുടെയും ഇതുണ്ട്, എല്ലാവരുടെയും പ്രോഗ്രാം ഇന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് മറക്കാതെ കാണണം പ്ലീസ്. താങ്ക് യു. അയ്യോ, ചില കള്ളന്മാരുണ്ട് എനിക്ക് ഈ പേര് തന്നത്. ഞാനെന്താ ചെയ്യും? അയ്യോ. അപ്പോ എല്ലാവർക്കും ഹായ്. ഞാൻ കുറെ മെസ്സേജസ് വിട്ടിട്ടുണ്ട്, അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ ഹായ്. പിന്നെ ഇവിടെ ഗ്രൂമിംഗ് ഒക്കെ വളരെ നന്നായി പോകുന്നുണ്ട്. ഷോ ഒക്കെ സൂപ്പറാണ്. നിങ്ങൾ എല്ലാവരും ഇത് കാണണം. സൂപ്പർ ഷോ ആണ്. പിന്നെ ഒരേ ഷോടിയും വെള്ളി ശനിയാണ് ഇതിൻ്റെ ടെലികാസ്റ്റ്. വെള്ളി ശനി 9 മണിക്ക് രാത്രി. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് മറക്കാതെ കാണണം. ഓക്കെ? ആര്യൻ. അപ്പോൾ ഗ്രൂമിംഗ് അതന്നെ, ഗ്രൂമിംഗ് സൂപ്പർ ആയിട്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയാ, നെക്സ്റ്റ് ലെവൽസിൽ പോകുമ്പോൾ നമുക്ക് കുറെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അത് ഇവർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഗ്രൂമിങ്ങിലൊക്കെ വന്നിട്ട് ഭയങ്കര ചേഞ്ച് ഉണ്ട് എല്ലാവർക്കും. എനിക്കും എനിക്ക് നല്ല ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷോ കണ്ടിട്ട് അനഘയോട് ആരെങ്കിലും ഒക്കെ അഭിപ്രായങ്ങൾ പറയാറുണ്ടോ? എന്തൊക്കെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്? എന്തെങ്കിലും നല്ലത് മാത്രമല്ല, എന്തെങ്കിലും കുറച്ചുകൂടെ നന്നാക്കാനുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇതുവരെ നോക്കുമ്പോ അങ്ങനെ ആരും പറഞ്ഞില്ല. ഞാൻ പിന്നെ കുറെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എന്താ പറയാ, ഞാൻ തൃശ്ശൂരിൽ കണ്ണൂരിന്നാണ്, പക്ഷെ ഇപ്പൊ നിക്കണത് തൃശ്ശൂരിലാണ്. അച്ഛൻ കണ്ണൂര്, അമ്മ തൃശ്ശൂർ. അയ്യോ അങ്കളെ, അത് ആന്റി എനിക്കറിയില്ല. അത് എനിക്കറിയില്ല ശിബുക്കുട്ടൻ എവിടെ പോയി, എവിടെ പോയി. അയ്യോ. അപ്പോ അതന്നെ ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും അങ്ങനെ കുറെ സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ നിന്നും ഭയങ്കര സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഹായ് വിശാൽ, പോയി പാട്ട് പഠിച്ചോ. ജീവ ചേട്ടന്റെ മെസ്സേജ് ആണ്. അയ്യോ, എനിക്ക് ആ പാട്ട് അത്ര അറിയില്ല. 2 ലൈൻ അറിയാം, അത് പാടി. അത് ശരിയാ. ഓക്കെ, ഞാൻ 2 ലൈൻ പാടിത്തരാം. എനിക്കത് അത്ര അറിയില്ല, അറിയുടെ അത്ര പാടിത്തരാം. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, എത്രമേലിഷ്ടമായി നിന്നെ ഞാൻ പോകവേ. അയ്യോ, എനിക്ക് പാട്ടത്ര അറിയില്ല. ഹായ് അനഘമോൾ, ട്വിങ്കിൾ ട്വിങ്കിൾ പാടൂ. ഓക്കെ അങ്കിൾ, ഞാൻ പാടിത്തരാം. ഓക്കെ, ഞാനപ്പോ എല്ലാം സ്റ്റൈൽസും പാടി കൊടുക്കാം. എല്ലാ സ്റ്റൈൽസും പാടി കൊടുക്കാം. ഫസ്റ്റ് ക്ലാസിക്കൽ. ഓക്കെ. Twinkle, twinkle, little star. Twinkle, twinkle, little star. How
twinkle little star, how I wonder what you are. Twinkle, twinkle little star, how I wonder what you are. Up above the world so high, like a diamond in the sky. Twinkle, twinkle little star, how I wonder what you are. Twinkle, twinkle little star, little star. ഇനി നെക്സ്റ്റ് മാപ്പിള പാട്ട്. ഇത് കുറച്ച് ലോങ് ആയി പോകുന്ന അറിയില്ല, പക്ഷെ പാടി കൊടുക്കാം അല്ലേ? Twinkle, twinkle little star, how I wonder what you are. Up above the world so high, like a diamond in the sky. Lengin mari unnole, lengin mari unnole, lengin mari unnole, lengin mari unnole. Ni നാടൻ പാട്ട്. താനെ താനാരെ താനാനാരെ തനെ താനെ താനാരെ താനാനാരെ താനെ താനാരെ താനാനാരെ തനെ താനെ താനാരെ താനാനാരെ. Twinkle, twinkle little star, how I wonder what you are. Twinkle, twinkle little star, how I wonder what you are. Up above the world so high, like a diamond in the sky. Tane tanare tananare, tane tane tanare tananare. Ini last and final Punjabi style. Tatang tang 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 tang, tatang tang 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 tang. Oh jogiya tang 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 tang, oh jogiya tang 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 tang. Twinkle, twinkle little star, how I wonder what you are. Twinkle, twinkle little star, oh how I wonder what you are. Up above the world so high, like a diamond in the sky. Oh twinkle, twinkle little star, oh how I wonder what you are. Oh twinkle, twinkle little star, oh how I wonder what you are. Oh twinkle, twinkle. Hi. Thank you. ഇനി ശരിക്കും എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. കുറെ മെസ്സേജസ് വിട്ടു പോയിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. പിന്നെ ഉടായിപ്പിന്റെ മെസ്സേജും കണ്ടു. എന്നോട് ആരും ബ്രോയ്ക്ക് എന്താ പറയണ്ട? എന്താ മോനെ? ആ ഓണത്തിന് എൻ്റെ ടീമിൽ നിന്ന് രമ്യയുടെ ടീമിലോട്ട് പോയിട്ട് 2 ഡയറി മിൽക്കിന് വേണ്ടിയിട്ട് 2 കിറ്റ്കാറ്റിന് വേണ്ടിയിട്ട് എന്നെ തേച്ചിട്ട് പോയ എന്നോട് ഇന്ന് ഞാൻ രമ്യ മാമിൻ്റെ ടീമിലല്ല, ഞാൻ ജീവച്ചേട്ടൻ്റെ ടീമിലാണ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ ജാടയിടാൻ പോകും ആര്യം ബ്രോയുടെ അടുത്ത്. പാട് പാട്. ഏത് പാട്ടാ പാടാനാ പറഞ്ഞേ? ഏത് പാട്ട് ആരോ ഒരു റിക്വസ്റ്റ് ഇട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഏതൊന്നും ആരാധികയല്ലേ? ആ ഓക്കെ, ഞാൻ 2 വരി പാടിത്തരാം. ആരാധികേ മഞ്ഞുതിരും വഴിയരികെ നാളേറെയാ കാത്തുനിന്നു മിഴി നിറയെ നീ എങ്ങു പോകിലും അകലേക്കുമായിലും എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിട എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയാ ആരാധികേ മഞ്ഞുതിരും വഴിയരികെ. താങ്ക് യു. അപ്പോൾ അത് 5 പേരെ നിങ്ങൾ കണ്ടു, അവരുടെയൊക്കെ പെർഫോമൻസ് ഉണ്ടെന്ന്.
സരിഗമപ ലിറ്റിൽ ചാംസ് എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും രാത്രി 9 മണിക്ക്. പക്ഷെ ഇന്നത്തെ ദിവസം ഒരുപാട് അടിപൊളി പ്രത്യേകതകളുണ്ട്. കാര്യം ഇന്ന് പെർഫോമൻസ് മാത്രമല്ല, ഐശ്വര്യയുടെ ഒരു ഉഗ്രൻ ഐറ്റം ഉണ്ട്, മാനസമോളുടെ ഒരു ഉഗ്രൻ വെറൈറ്റി ഐറ്റം ഉണ്ട്. അതിനേക്കാളൊക്കെ ഒരു പടിക്ക് മുകളിൽ നിൽക്കുന്ന ഹരിയുടെ ഒരു വമ്പൻ ഐറ്റം കൂടെ ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മറക്കാതെ കാണണം. സാഫിയ, ഹായ് സാഫിയ, സുഖമാണ്. ശ്രീകുമാർ, ഞാൻ ഇവിടെ 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 പറഞ്ഞ ആര്യം ബ്രോ അല്ല. സൂപ്പർ അനക്കാന്ന് ദിവ്യ പറഞ്ഞിട്ടുണ്ടേ. ദേ സഫീൻ, ദേ ആര്യം ബ്രോ സഫീനെ പറഞ്ഞ കേട്ടോ. ഡാ ചെറുക്കാന്ന്, ചെറുക്കനല്ല ആര്യൻ ബ്രോ അല്ലേ? ആര്യം ബ്രോ. ആരാധികയെ ശരിക്കും ആരാധന തോന്നുന്നു. ശിവപ്രസാദ്, ഹായ്, ഞാൻ സഞ്ജയ് ആണ്. ഗ്രൂമിങ്ങിന് പോടാ. നീ പാട്ട് പഠിക്കുന്ന സമയത്ത് എവിടെ കറങ്ങി നടക്കുക? ജീവബായി, യെസ് ബായ്. വിടായി പരക. അപ്പൊ എല്ലാരും ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും പിന്നെ സരിഗമപ ലിറ്റിൽ ചാംസ് കാണണം. ഓണത്തിന്റെ എപ്പിസോഡ് കണ്ടവർക്കറിയാം, നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് രമ്യ നമ്പീശൻ വിളിച്ചപ്പോൾ കിറ്റ്കാറ്റ് തരാം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ആര്യൻ ബ്രോ എൻ്റെ ടീമിൽ നിന്ന് പോയി. അന്നാണ് ഷാനിക്ക് എന്നോടൊരു ചോദ്യം ചോദിച്ചു, നീ ആര്യൻ ബ്രോയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോന്ന്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ലൈവിൽ ആര്യൻ ബ്രോ വരുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്വന്തം കാശിന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഡയറി മിൽക്ക് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഡയറി മിൽക്ക് ഞാൻ എൻ്റെ സ്വന്തം കാശിന് വാങ്ങിച്ചതാണെന്നും പറഞ്ഞ് ഞാൻ ആര്യൻ ബ്രോയ്ക്ക് കൊടുക്കുന്നു. എൻ്റെ ടീമിലാണോ? ഇനി ആരെങ്കിലും വിളിച്ചാൽ എൻ്റെ ടീമിൽ പോവോ? ഉറപ്പാണോ? ഈ ഡയറി മിൽക്ക് തീർന്നു കഴിയുമ്പം വേറെ ടീമിലേക്ക് പോകണമെന്ന് പറയുവോ? ഈ ഡയറി മിൽക്ക് തീർന്നു കഴിയുമ്പോ വേറെ ടീമിൽ പോകണമെന്ന് പറയുവോ? ആ മുഖം ഞാനത് കണ്ടോട്ടെ. അപ്പോ ഞാൻ ഈ ഡയറി മിൽക്ക് ആര്യൻ ബ്രോയ്ക്ക് കൊടുത്ത് എനിക്കൊരു കോള് വന്ന്. ഓക്കെ, അപ്പോ എല്ലാവർക്കും ബബായ് ബബായ് ബബായ്. ഒരു കാര്യം പറയാനുണ്ട്, എല്ലാവരും വേഗം ഇൻസ്റ്റാഗ്രാമിലോട്ട് പോവാ. ഞങ്ങൾ കലക്കൻ ഒരു പരിപാടി ഇൻസ്റ്റാഗ്രാമിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, ജീവ അവിടെ മാടമ്പള്ളി ഉണ്ടോ? മാടമ്പള്ളി ഗ്രൂമിങ് നടക്കുന്ന ഹോട്ടലിന്റെ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു മക്കളെ. എല്ലാവർക്കും പിന്നെ ബൈ ബൈ പറ. ബൈ. അപ്പൊ നമ്മളെ എപ്പിസോഡ് എപ്പോഴാ? ഓക്കെ, നമ്മുടെ എപ്പിസോഡ് എപ്പോഴാ? ഓക്കെ, അപ്പൊ മറക്കണ്ട, എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക് സി കേരളം ചാനലിൽ ഞങ്ങൾ വരുന്നുണ്ട്. സരിഗമപ കേരളം ലിറ്റിൽ ചാംസ്. ഓക്കെ, അപ്പൊ ടാറ്റ ബൈ. എല്ലാരും ഉമ്മോടക്ക് ബൈ. ഓക്കെ, അതൊരു വല്ലാത്ത പോയി. കമോൺ. അപ്പൊ ടാറ്റ.